നമസ്കാരം. അമേരിക്ക തുറന്നു വെച്ച ഈ ഡ്യൂട്ടി റീഫണ്ട് വിൻഡോ ഇന്ത്യക്ക് ഒരു വലിയ അവസരമാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കളിയുടെ പുതിയ പതിപ്പോ? ഈ ചോദ്യം തന്നെ ഇന്നത്തെ ആഗോള വ്യാപാര രംഗത്ത് ഏറ്റവും ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. 2025 ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ കനത്ത ഇറക്കുമതി തീരുവകൾ, ചിലപ്പോൾ 50% വരെ ഉയർന്നിരുന്ന ആ നികുതി ഇന്ത്യൻ കയറ്റുമതിക്കാരുടെ നെഞ്ചിൽ നേരിട്ട് പതിഞ്ഞ അടിയായിരുന്നു. അമേരിക്കൻ വിപണിയിൽ മത്സരിക്കാൻ ഇന്ത്യൻ കമ്പനികൾ വില കുറച്ചു, ലാഭം ത്യജിച്ചു, ചിലർ വിപണി തന്നെ നഷ്ടപ്പെടുത്തി. എന്നാൽ 2026 അമേരിക്കൻ സുപ്രീം കോടതി ആ തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതോടെ ഏകദേശം $166 ബില്യൺ റീഫണ്ട് പ്രക്രിയയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആ വൻതുകയിൽ ഇന്ത്യക്ക് ലഭിക്കാവുന്നത് ഏകദേശം 10 മുതൽ 12 ബില്യൺ വരെ എന്നാണ് കണക്കുകൾ. കേൾക്കുമ്പോൾ ഇത് ഒരു വലിയ വിൻഡ്ഫോൾ പോലെ തോന്നാം, പക്ഷേ യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. നിയമവിരുദ്ധമെന്ന് കണ്ട് US സുപ്രീം കോടതി റദ്ദാക്കിയ ഇറക്കുമതി തീരുവകൾ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് നേരിട്ട് തിരിച്ചു ലഭിക്കില്ല എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. ഈ പണം തിരിച്ചു കിട്ടുന്നതിന് ഇന്ത്യൻ കയറ്റുമതിക്കാർ അമേരിക്കൻ ഇടപാടുകാരുമായി ബന്ധപ്പെട്ട് ധാരണ ഉണ്ടാക്കേണ്ടി വരുമെന്ന് കയറ്റുമതി മേഖലയിലെ അനലിസ്റ്റ് കമ്പനിയായ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്.